നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നമ്മളാരും കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ചില സംഭവവികാസങ്ങളാണ് ഇപ്പോൾ അമേരിക്കയിൽ അരങ്ങേറുന്നത്. ട്രംപിൻ്റെ ഭരണത്തിൽ അവിടെ അമേരിക്കയിൽ തുടരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ ഇപ്പോൾ രാജ്യം വിടാൻ ഒരുങ്ങുകയാണ്. അടുത്ത 4 വർഷത്തേക്ക് ട്രംപിൻ്റെ ഭരണത്തിന് കീഴിൽ അമേരിക്കയിൽ എങ്ങനെ ജീവിക്കും എന്നാണ് ഇവരിൽ പലരും ചോദിക്കുന്നത്. ഇവരിൽ സാധാരണക്കാരുണ്ട്, പ്രമുഖരായ സെലിബ്രിറ്റികളുണ്ട്. അങ്ങനെ ഒരു രാജ്യത്ത് ഒരു പുതിയ പ്രസിഡന്റ് ചുമതലയേൽക്കുമ്പോൾ രാജ്യം വിട്ടു പോവുക എന്നുള്ള അപൂർവ പ്രതിഭാസത്തിന് അമേരിക്ക സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ടെസ്ല ഉടമയും ലോക കോടീശ്വരനുമായ ഇലോൺ മസ്കിൻ്റെ മകൾ താൻ രാജ്യം വിട്ടു പോവുകയാണെന്നും 4 വർഷം കഴിഞ്ഞ് ട്രംപിൻ്റെ ഭരണം കഴിഞ്ഞാലും ഇനി അമേരിക്കയിലേക്ക് ഇല്ല എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. മസ്കിൻ്റെ മകനായിരുന്ന വ്യക്തിയാണ് പിന്നീട് വിവിയൻ ജന്ന വിൽസൺ എന്ന പേരിൽ ട്രാൻസ്ജെൻഡറായി മാറിയത്. വിവിയൻ്റെ പിതാവായ ഇലോൺ മസ്ക് ആകട്ടെ ട്രംപിന് പൂർണ്ണ പിന്തുണയുമായി തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. കോടിക്കണക്കിന് ഡോളറാണ് ഇലോൺ മസ്ക് ട്രംപിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി ചെലവഴിച്ചത്. മാത്രവുമല്ല, ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പുതിയൊരു നേതാവിനെ കൂടി കിട്ടിയിരിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ നാളെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായി ഇലോൺ മസ്ക് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് ഇലോൺ മസ്കിൻ്റെ മകൾ തന്നെ ഇപ്പോൾ രാജ്യം വിട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. തൻ്റെ മകൻ ഇത്തരത്തിലൊരു ട്രാൻസ്ജെൻഡറായി മാറുന്നതിനെ ഇലോൺ മസ്ക് എതിർത്തിരുന്നതും ഒരുപക്ഷെ ഈ വിവിയനെ രാജ്യം വിട്ടു പോകാനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കാം. കാരണം പിതാവും ട്രംപും തമ്മിലുള്ള ആത്മബന്ധം തനിക്ക് ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും എന്ന് ഭയന്നാണോ ഈ വിവിയൻ രാജ്യം വിട്ടു പോകുന്നത് എന്നും സംശയിക്കുന്നവരുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി മാറിയിരിക്കുന്നത് ഒരു ക്രൂയിസ് കമ്പനി നൽകുന്ന അമ്പരപ്പിക്കുന്ന ടൂർ പാക്കേജാണ്. ട്രംപിൻ്റെ ഭരണകാലാവധി തീരുന്നത് വരെ, അതായത് അടുത്ത 4 വർഷം നീണ്ടു നിൽക്കുന്ന ടൂർ പാക്കേജാണ് കമ്പനി മുന്നോട്ട് വയ്ക്കുന്നത്. ട്രംപ് ഭരിക്കുന്നതിൽ താല്പര്യമില്ലാത്ത വ്യക്തികൾക്ക് ഈ ടൂർ പാക്കേജിൽ പങ്കെടുക്കാം. ഫ്ലോറിഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വില്ലാവിയ റെസിഡൻസ് എന്ന ക്രൂയിസ് കമ്പനിയാണ് ടൂർ പാക്കേജ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 7 ഭൂഖണ്ഡങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന പാക്കേജാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. കൂടാതെ അന്റാർട്ടിക്കയിൽ യാത്രക്കാരെ കൊണ്ടുപോകാനും കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. എസ്കേപ്പ് ഫ്രം റിയാലിറ്റി എന്നാണ് ഈ ടൂർ പാക്കേജിന് പേരിട്ടിരിക്കുന്നത്. 4 വർഷം തുടർച്ചയായി കപ്പലിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കായി 1, 2, 3 വർഷങ്ങളുടെ പാക്കേജും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് $40,000 എന്നാണ് യാത്രാക്കൂലി നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നും കമ്പനി വെളിപ്പെടുത്തുന്നു. 140 രാജ്യങ്ങളിലെ 425 തുറമുഖങ്ങളിൽ ഈ കപ്പൽ എത്തിച്ചേരും. യാത്രക്കാർക്കായി വൻ ആഡംബര സംവിധാനങ്ങളാണ് കപ്പലിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് ഏറ്റവും അധികം പേർ താമസം മാറാൻ പോകുന്നത് തൊട്ടടുത്തുള്ള രാജ്യമായ കാനഡയിലേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇടത് ആഭിമുഖ്യം പുലർത്തുന്ന ചില ശതകോടീശ്വരന്മാരും രാജ്യം വിടാൻ ഒരുങ്ങുന്നതായി സൂചനയുണ്ട്. ട്രംപ് വൻതോതിലുള്ള നികുതി പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തും എന്ന് ഭയന്നാണ് ഇവർ രാജ്യം വിട്ടു പോകുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ചില ഹോളിവുഡ് താരങ്ങളും ട്രംപിനെ ബഹിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്ക വിടാൻ തീരുമാനിച്ചതായും പറയപ്പെടുന്നുണ്ട്. രണ്ടാമതും അതിശക്തമായ തോതിൽ വിജയിച്ച് പ്രസിഡൻ്റായി എത്തുന്ന ഡൊണാൾഡ് ട്രംപിനെ കളിയാക്കുന്നതിനോ അല്ലെങ്കിൽ അവമാനിക്കുന്നതിനൊക്കെ വേണ്ടി ഇത്തരത്തിലുള്ള പല പ്രവൃത്തികളും നടക്കുമ്പോൾ ട്രംപ് ഇതിനെ എങ്ങനെ നേരിടും എന്നാണ് അമേരിക്കൻ പൗരന്മാർ ഉറ്റുനോക്കുന്നത്. കാരണം ട്രംപ് വളരെ പ്രത്യേകതയുള്ള സ്വഭാവക്കാരനാണ്. അദ്ദേഹം ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന, തനിക്ക് തോന്നുന്നതെന്നും വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും അങ്ങനെ തന്നെയാണ്. ഒരു പക്ഷേ ഇത്തരത്തിൽ ഈ നാട് കാണാൻ 4 വർഷത്തേക്ക് പോകുന്ന ആളുകൾക്ക് തിരികെ അമേരിക്കയിലേക്ക് എത്താൻ കഴിയുകയില്ല എന്ന രീതിയിലെങ്ങാനും ട്രംപ് വല്ല പ്രഖ്യാപനങ്ങൾ നടത്തിക്കളയുമോ എന്ന് ഭയത്തിലാണ് പലരും. എങ്കിലും ഒരുപാട് പേർ ഈ 4 വർഷത്തേക്കുള്ള ടൂർ പാക്കേജിന് ബുക്ക് ചെയ്യാൻ എത്തിക്കഴിഞ്ഞു എന്നാണ് കമ്പനി അധികൃതർ അറിയിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരും VIP-കളും സെലിബ്രിറ്റികളും എല്ലാം രാജ്യം വിട്ടു പോകുന്നത് ട്രംപിനെ സംബന്ധിച്ച് ആഗോളതലത്തിൽ നാണക്കേടുണ്ടാക്കും എങ്കിലും അദ്ദേഹം ഇതൊന്നും കണക്കാക്കുമെന്ന് ആരും കരുതുന്നില്ല. കാരണം ട്രംപിന് ഇതൊന്നും ഒരു പുത്തരിയല്ല എന്നുള്ളത് തന്നെയാണ് അതിനുള്ള കാരണം.